നാടിന് രുചികരമായ ഭക്ഷണം ഒരുക്കി ദൈവസഹായത്തിന്റെ നവീകരിച്ച ഹോട്ടൽ പൊൻകുന്നത്ത് തുറന്നു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എം ശിവരാമൻ നായർ തുടങ്ങിവെച്ച ദൈവസഹായം ഹോട്ടലാണ് കാലോചിതമായി പുതുക്കിപ്പണിത് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക സൗകര്യങ്ങളുമായാണ് ഹോട്ടൽ തുറന്നിട്ടുള്ളത്. രാവിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ പ്രൗഢിയും നന്മയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരിവിടെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സ്ഥാപനമായിട്ട് ഇതിൻ്റെ യാത്ര ഇനിയും തുടരട്ടെ. ഇതിൻ്റെ തുടക്കമിട്ട പൂർവികന്മാർ ലക്ഷ്യമിട്ട മഹത്തരമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു കേവലമായ വ്യാപാര സ്ഥാപനത്തിലൊക്കെ അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക സാമൂഹിക ഇടമായി ഇപ്പോഴും ഇതിനെ കാണാൻ തീർച്ചയായിട്ടും കഴിയട്ടെ. അതിനെ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി ആന്റോ ആന്റണി എം പി മുഖ്യാതിഥിയായി എത്തി. നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണ്. കാരണം സാമുദായിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ആ വലിയ സൗഹൃദ ബന്ധമാണ് വീണ്ടും ദൈവസഹായം ഇതുപോലെ പുനർനിർമ്മിക്കണമെന്ന് അദ്ദേഹത്തെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാടിന് അഭിമാനമായി എത്ര മനോഹരമായിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഇതൊക്കെ കയറി കണ്ട് മോഹനേട്ടനെ കണ്ടിട്ടാണ് പോയത്. എന്നാൽ ഇപ്പം 1 മിനിറ്റ് താമസിച്ചു പോകുന്ന വഴിക്കുള്ള ട്രാഫിക് തടസ്സം. എന്തായാലും ഈ മനോഹരമായ ഈ നിമിഷത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവസഹായം എന്നും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്. നാളെയും അങ്ങനെയായിരിക്കും, സംശയമില്ല. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വാർഡ് മെമ്പർ ശ്രീലത സന്തോഷ്, പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക്, പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് ബാബുക്കുട്ടൻ നായർ, VG ലാൽ, അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, മാലേത്ത് സരളാദേവി, B രവീന്ദ്രൻ നായർ, ദൈവസഹായം ഗ്രൂപ്പ് ഉടമ അഡ്വക്കേറ്റ് MS മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദൈവസഹായം എന്നുള്ള ഈ സ്ഥാപനമല്ല, ഒരുപാട് പേരുടെ ആശ്രയമൊക്കെയായിരുന്നു ഈ സ്ഥാപനമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എൻ്റെ അച്ഛൻ ഒരു ഇടതുപക്ഷ മനസ്സുണ്ടാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഒട്ടനവധി വ്യക്തികൾ രാഷ്ട്രീയക്കാരൊക്കെ ഈ സ്ഥാപനത്തിൽ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് മോഹൻ ചെയ്യുന്നത് ശരിയല്ല. അച്ഛൻ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം പുനർനിർമ്മിച്ച് ചെയ്യണമെന്ന് ഒട്ടനവധി വ്യക്തികൾ, എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയമില്ലാത്തവരൊക്കെ പറഞ്ഞതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ സ്ഥാപനം അടച്ചിട്ട് പോലും ദിവസവും ആൾക്കാരുടെ ബഹളം കയറി വരിക ഹോട്ടലുണ്ടെന്ന് വിചാരിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് രാവിലെ വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ടാകണമെന്നതാണ്, നിങ്ങളുടെ സഹകരണം എനിക്കുണ്ടാകണമെന്നതാണ്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വയലിൻ ഫ്ലൂട്ട് ഫ്യൂഷൻ ആസ്വാദക മനം കീഴടക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.